ഇനി ബീഹാർ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ് രാജ്യസഭയിലേക്ക് സ്ഥിരീകരിച്ച് JDU നേതാവ് നിതീഷ് കുമാർ. പാർലമെന്റിലെ ഇരുസഭകളിലും അംഗമാവുക എന്ന ആഗ്രഹം പൂർത്തിയാകുന്നുവെന്നും നിതീഷ് കുമാർ സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, നിതീഷ് കുമാർ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്, അതായത് രാജ്യസഭയിലേക്ക് എന്നുള്ള കാര്യം അത് സ്ഥിരീകരിക്കുക തന്നെ ചെയ്യുന്നു, മുഖ്യമന്ത്രി പദം ഒഴിയുന്നു എന്നുള്ളത് അല്ലേ? മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിതീഷ് കുമാറിൻ്റെ യുഗം അവസാനിക്കുന്നു. ഇനി ബി ജെ പി സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ സർക്കാർ വരുന്നു എന്ന് നിതീഷ് കുമാർ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പുതിയ സർക്കാരിന് എൻ്റെ എല്ലാ പിന്തുണയും ഭാവുകവും ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, രാജ്യസഭയിൽ അംഗമാവുക എന്നുള്ളത് തൻ്റെ ആഗ്രഹമായിരുന്നു. ബീഹാറിലെ 2 സഭകളിലും, അതായത് MLA എന്നുള്ള നിലയ്ക്ക് നിയമസഭയിലും അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ഞാൻ അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലെ 2 സഭകളിലും അംഗമാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ദീർഘകാലം ലോക്സഭാ അംഗമായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ രാജ്യസഭയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് നിതീഷ് കുമാർ തന്നെ തൻ്റെ ഹാൻഡിലിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. ജനങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയും തുടർന്നും ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2 ദശാബ്ദം ബീഹാറിനെ നയിക്കാൻ കഴിഞ്ഞു. ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ക്രമസമാധാന പാലനം സംസ്ഥാനത്ത് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിതീഷ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി രാജ്യസഭയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നപ്പോൾ ഇന്ന് 11:30-12 മണിയോടുകൂടി അദ്ദേഹം പത്രിക സമർപ്പിക്കും. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അതോടൊപ്പം തന്നെ NDAയിലെ ഘടകകക്ഷി നേതാക്കളായ ഉപേന്ദ്ര കുശവാഹ അടക്കമുള്ളവരൊക്കെ തന്നെ ഇന്ന് പത്രിക നൽകുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം പറ്റ്നയിലെത്തുന്നുണ്ട്. ഈ പത്രിക സമർപ്പണ ചടങ്ങിൽ അദ്ദേഹവും സന്നിഹിതനായിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്ന നടപടികളിലേക്ക് നീങ്ങും. NDAയിലെ എല്ലാ എംപിമാരും ഇന്ന് അവിടെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാവും. പുതിയ മുഖ്യമന്ത്രി ആര് എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൂടിയായ നിത്യാനന്ദ റായിക്കാണ് മുൻഗണന എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. സാമ്രാജ് ചൗധരി അടക്കമുള്ള ഇപ്പോഴത്തെ നിലവിലത്തെ ഉപമുഖ്യമന്ത്രിയെയും പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും യാദവ വിഭാഗത്തിൽ നിന്നുള്ള നിത്യാനന്ദ റായിക്കായിരിക്കും കൂടുതൽ സാധ്യത എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന.